മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരായ അന്വേഷണത്തിന് SIT രൂപീകരിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി കേസ് അന്വേഷിക്കും. റിപ്പോർട്ട് 15 ദിവസത്തിനകം. ധനസ്ഥിതിയിൽ ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ. KM ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ വിദഗ്ധ സമിതി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വിദഗ്ധരുടെ യോഗത്തിലാണ് തീരുമാനം. 10 വർഷമായി അടച്ചിട്ടിരുന്ന സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് തുറന്നു. ഫിഷറീസിൽ തട്ടി വകുപ്പ് വിഭജനം നീളുന്നു. വകുപ്പ് വേണമെന്ന് ലീഗ്, നൽകില്ലെന്ന് കോൺഗ്രസ്. എക്സൈസ് മാത്രം നൽകിയതിൽ M ലിജുവിനും അതൃപ്തി. കൃഷി വകുപ്പ് വേണ്ടെന്ന് T സിദ്ദിഖ്. വിദ്യാഭ്യാസ ന്യൂനപക്ഷ വകുപ്പുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. CPM തെരഞ്ഞെടുപ്പിൽ തകരാൻ കാരണം കണ്ണൂർ പാർട്ടി എന്ന വിമർശനം. കണ്ണൂർ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം. മഞ്ചേശ്വരത്ത് തന്നെ പാർട്ടി തോൽപ്പിച്ചതെന്ന് CPM സ്ഥാനാർത്ഥി. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ഇടുക്കിയിലും ആവശ്യം. മന്ത്രി KM ഷാജിയെ അപകീർത്തിപ്പെടുത്തുന്ന വാട്സാപ്പ് പോസ്റ്റ് പങ്കുവച്ച് പോലീസുകാരൻ. ഷാജി ഉറക്കത്തിൽ പോലും മതം എന്ന് പറയുന്ന ആളെന്ന് കുറിപ്പിൽ. കുറിപ്പ് വന്നത് പോലീസ് ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ. പേരാമ്പ്രയിലെ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതം. നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. പമ്പിൽ നിന്ന് യുവതി കന്നാസിൽ ഇന്ധനം വാങ്ങുന്നത് ദൃശ്യങ്ങളിൽ. തീ പടർന്നത് എഞ്ചിനിൽ നിന്നല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മനുഷ്യജീവന് ഭീഷണിയായ നായ്ക്കളെ കൊല്ലണമെന്ന് സുപ്രീം കോടതി. തെരുവു നായ്ക്കളെ നീക്കണം. മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളി. തെരുവുനായ ശല്യം രൂക്ഷമാക്കിയത് സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതയെന്നും കോടതിയുടെ വിമർശനം. മോഡലിംഗ് മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ 3 പേർ പിടിയിൽ. ഇരകൾ നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് പോലീസ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘം. ഇറാനിലേക്കുള്ള ആക്രമണം തൽക്കാലം നിർത്തി അമേരിക്ക. ഖത്തറിന്റെയും സൗദിയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധം അമേരിക്ക നീക്കിയേക്കും. യുദ്ധത്തിലെ നഷ്ടപരിഹാര ആവശ്യത്തിൽ നിന്ന് ഇറാനും പിൻവാങ്ങിയേക്കും. സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീം നാളെ നാട്ടിൽ എത്തിയേക്കും. 20 വർഷത്തെ തടവ് ശിക്ഷ കാലാവധി ഇന്ന് അവസാനിക്കും. വധശിക്ഷ ഒഴിവാക്കിയത് മരിച്ച ബാലന്റെ കുടുംബത്തിന് ദയാധനം നൽകി.